ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്നേ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നതാണ്. കപ്പയില്ലേ, കപ്പയും മത്തിയുമായിട്ട് കുഴച്ച് കഴിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ മിക്ക വീടുകളിലും കപ്പ മേടിക്കാറുണ്ട്, മത്തി മേടിക്കാറുണ്ട്, അപ്പോൾ കുഴച്ച് കഴിക്കാറുമുണ്ട്. പക്ഷെ ഇത് വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ കപ്പ കുഴ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വാ, നമുക്ക് പെട്ടെന്ന് പോയി കപ്പ റെഡിയാക്കാം. അപ്പോൾ ആദ്യം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടത്തില്ല, വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇടും. അത് നല്ലപോലെ മൂത്ത് വരണം. അപ്പോൾ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വേപ്പില ഇടണം. വേപ്പിലയുടെ പുറകെ നമുക്ക് കൊച്ചുള്ളി, ഒരു 10-15 കൊച്ചുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 5 പച്ചമുളക്. അപ്പോൾ അതെല്ലാം കൂടെ അതിനകത്തിട്ട് വാട്ടണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടും. അത് വാടിക്കഴിയുമ്പോൾ ഇതെല്ലാം വാടുമ്പോഴത്തേക്ക് പച്ചമുളക് നമ്മൾ ഒരു 5 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതിടണം. ഇട്ടതിന് ശേഷം അതിൻ്റെ കൂടെ ഒന്നും കൂടെ അത് വാട്ടും. നല്ലപോലെ വാടിക്കഴിയുമ്പോൾ മുളക് പൊടി ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച്. പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. ചേർത്തിട്ട് ആ എണ്ണയിൽ ഒന്ന് വാട്ടണം. ഒരുപാട് സമയം വാട്ടരുത്. അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്, പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പിടണം. അപ്പോൾ അത് തിളയ്ക്കണം. പിന്നെ നമുക്ക് മത്തിയുടെ കൂടെ തന്നെ നമുക്ക് പുളി ചേർക്കാം. കുടംപുളി ഒരുപാട് ചേർക്കണ്ട, 2 ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കണം. എല്ലാവരും വീടുകളിൽ റെഡിയാക്കുന്നതാണ്. ഇപ്പോൾ കുരുമുളക് ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഇടിച്ചിടുന്നത് നല്ലതാണ്. പൊടിയുണ്ടെങ്കിൽ പൊടി ചേർക്കാം. എന്നിട്ട് നമ്മൾ മൂടി വെച്ച് വെന്ത് കഴിയുമ്പം കപ്പ പുഴുങ്ങിയെടുക്കണം. ഇവിടുത്തെ കപ്പ വെന്തില്ലായിരുന്നു. അപ്പം കപ്പ പുഴുങ്ങിയത് ചേർത്ത് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് വേവിക്കണം. അപ്പോൾ കറിവേപ്പില ഇടാൻ മറക്കരുത്. അപ്പോൾ കപ്പ വെന്തിട്ടില്ല, ഞാൻ നോക്കി. പക്ഷേ കപ്പ വെന്തെന്ന് കരുതി നേരത്തെ ഊറ്റിയത്. അപ്പോൾ നന്നായിട്ട് വെന്ത കപ്പയായിരിക്കണം. അതിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിക്കും. വെന്ത കപ്പയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഒരു അരമുറി തേങ്ങ വേണ്ട, അത്രയും തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നമ്മൾ മിക്സി ജാറിനകത്തിട്ട് വെള്ളം ഒഴിച്ച് അത് അരച്ചെടുക്കണം. അരച്ച് അതും കൂടെ ഒഴിക്കണം അതിനകത്ത്. ഇച്ചിരി ഗ്രേവി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ അതിനകത്ത് ആ അരപ്പി കിടന്ന് വേകണം. ചീനി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇന്ന് നമ്മുടെ കപ്പയും മത്തിയുമായിട്ടുള്ള കുഴച്ചതാണ്. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ.